Hello everyone, welcome to Career Rise Plus. ഇന്ന് നമ്മൾ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടും അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷനും അതുപോലെ നമ്മളെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനും ആണ് നോക്കാനുള്ളത്. അതിനോടൊപ്പം നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ പറ്റിയും പഠിക്കാനുണ്ട്. അതേപോലെ ബയോ എത്തിക്സും ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അണ്ടറിൽ നമുക്ക് വരുന്ന സബ് ടോപ്പിക്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹ്യൂമൻ ഹെൽത്തിലാണ് വരിക. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസവും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിത്രയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ദിസ് ഇസ് ദ പാർട്ട് 1 ആൻഡ് ഈ പാർട്ടിൽ നമ്മൾ മെയിനായിട്ടും ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓർ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. അപ്പം ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ മെയിനായിട്ട് മെഡിസിനിൽ വരുന്നുണ്ട്, അതിൽ തന്നെ ഡയഗ്നോസ്റ്റിക്സിൽ വരുന്നുണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പം അതുവഴി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ബയോ റെമഡിയേഷൻ, വേസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളിലെല്ലാം എന്ത് വരുന്നുണ്ട്, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് തെറാപ്യൂട്ടിക്സ്, diagnostics, genetically modified crops for agriculture, processed food, bioremediation, waste treatment and energy production. അങ്ങനെ ഇത്രയും മെത്തേഡ്സ് അല്ലെ ഇത്രയും കാര്യങ്ങളിലേക്ക് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആൻഡ് ദ 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഇംപ്രൂവ്ഡ് ഓർഗാനിസത്തിന് വേണ്ട ഒരു കാറ്റലിസ്റ്റ് ഉണ്ടാവുക, ഒരു ബെസ്റ്റ് കാറ്റലിസ്റ്റ് വരുത്തുക എന്നുള്ളതാണ്. അതൊരു മൈക്രോബ് ആവാം അല്ലെങ്കിൽ ഒരു പ്യുവർ എൻസൈം ആയിരിക്കാം. സോ പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ഓർഗാനിസം യൂഷ്വലി ഒരു മൈക്രോബ് ഓർ പ്യുവർ എൻസൈം ആയിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ഒപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്, ആ ഒരു കാറ്റലിസ്റ്റിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാണ് ത്രൂ എൻജിനീയറിംഗ്. And the last one is downstream processing technique ആണ് to purify the protein or organic compound. അപ്പോൾ ഈ 3 എണ്ണമാണ് ബയോടെക്നോളജിയുടെ ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു മൈക്രോബ് അല്ലെങ്കിൽ പ്യുവർ എൻസൈം, അതായത് ആ ഒരു ഓർഗാനിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മൈക്രോബ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മൈക്രോബ് അല്ലെങ്കിൽ ഒരു പ്യുവർ എൻസൈം ആയിരിക്കും. സോ പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ഓർഗാനിസം, യൂഷ്വലി ഒരു മൈക്രോ ഓർഗാനിസം ആവും അല്ലെങ്കിൽ ഒരു പ്യുവർ എൻസൈം ആയിരിക്കും. ഇനി അതിന് വേണ്ട ഒരു ഒപ്റ്റിമം കണ്ടീഷൻ, അതിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ട ഒപ്റ്റിമം കണ്ടീഷൻ, പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇത്രയും കാര്യങ്ങളാണ് ബയോടെക്നോളജിയിൽ ക്രിട്ടിക്കൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷനാണ്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ എങ്ങനെയാണ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ വരുന്നതെന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ ക്വാണ്ടിറ്റി കൂട്ടാനും, ക്വാളിറ്റി പ്ലസ് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഈ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്, ഓർഗാനിക് അഗ്രികൾച്ചർ ഉണ്ട്, പിന്നെ ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഈ 3 മെത്തേഡ്സ് ആണുള്ളത്. അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, അതായത് പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ്, പിന്നെ ലാസ്റ്റ് വൺ ആണ് ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അപ്പം ഗ്രീൻ റെവല്യൂഷൻ വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ഫുഡ് സപ്ലൈ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇങ്ങനെ ഗ്രോ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഇനഫ് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് സപ്ലൈ നമുക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് നമ്മൾ യൂസ് ചെയ്യും. ബിക്കോസ് ട്രഡീഷണൽ ബ്രീഡിംഗ് ടെക്നിക്സ് എന്ത് ചെയ്തു, ഇത്രയും ഡിമാൻഡ് കോപ്പപ്പ് ചെയ്യാൻ അവർക്ക് പറ്റില്ല, അതായത് ഹൈ പ്രൊഡക്ഷൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഫാസ്റ്റായിട്ടും സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗ് ആണ് കൊണ്ടുവരുന്നത്. സോ ഫോർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ, അതായത് സഫിഷ്യൻ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നടത്താൻ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ വരുന്നതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ടിഷ്യൂ കൾച്ചർ?
So as traditional breeding technique failed to keep pace with demand and to provide sufficient fast and efficient system for crop improvement, another technology called tissue culture was developed. അപ്പം ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് നടത്താൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് നടത്താൻ കൊണ്ടുവരുന്ന ഒരു ടെക്നീക്കാണ് എന്ത്, ടിഷ്യൂ കൾച്ചർ. അപ്പം അഗ്രികൾച്ചർ ഫീൽഡിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചറാണ്. അപ്പം എന്താണ് ഈ ടിഷ്യൂ കൾച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാന്റിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലാന്റ് എന്നു വിളിക്കും. എക്സ്പ്ലാന്റ് എ പാർട്ട് ഓഫ് പ്ലാന്റ് ആണ് കേട്ടോ, പാർട്ട് ഓഫ് പ്ലാന്റ്. ഈ എക്സ്പ്ലാന്റിനെ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു കൾച്ചർ മീഡിയത്തിലിട്ട് ഗ്രോ ചെയ്യിക്കും. അണ്ടർ എ സ്റ്റെറൈൽ, അതായത് കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു മീഡിയത്തിൽ, ഒരു കൾച്ചർ മീഡിയത്തിൽ നമുക്കതിനെ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സ്പ്ലാന്റ് എന്തായിട്ട് മാറും, ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറും, ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് മാറും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. സോ ഹോൾ പ്ലാന്റ്സ് കുഡ് ബി റീജനറേറ്റഡ് ഫ്രം എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, എനി പാർട്ട് ഓഫ് പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ന്യൂട്രിയൻ മീഡിയം. അപ്പോൾ ഒരു സ്പെസിഫിക് ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു പെട്രി പ്ലേറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലാന്റ് ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് വെക്കുകയാണ്. എന്നിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻ മീഡിയവും സ്റ്റെറൈൽ കണ്ടീഷനും ഒക്കെ കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇറ്റ് ജനറേറ്റഡ് ഇൻ ടു എ വോൾ പ്ലാന്റ്. ഈ ഒരു പ്രോസസ്സിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് എബിലിറ്റി, ആ എക്സ്പ്ലാന്റിന് ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള ആ എബിലിറ്റിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കും, ടോട്ടി പൊട്ടൻസി. സോ ദിസ് കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി സെൽ ഓർ എക്സ്പ്ലാന്റ്, ഒരു എക്സ്പ്ലാന്റിൽ നിന്നോ ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നോ ഹോൾ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള എബിലിറ്റിനെയാണ് ടോട്ടി പൊട്ടൻസി എന്ന് വിളിക്കുന്നത്. ടോട്ടി പൊട്ടൻസി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. ടോട്ടി പൊട്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ the ability or capacity to generate a whole plant from any cell or explant. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്രിയൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റെറൈൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ന്യൂട്രിയൻ മീഡിയത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. അതൊരു സൂക്രോസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കാർബണിൻ്റെ സോഴ്സ് ആയിട്ട്. ഇനോർഗാനിക് സോൾട്ടുകൾ എല്ലാം വേണം, വൈറ്റമിൻസ് വേണം, അമിനോ ആസിഡ്സ് വേണം, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അതായത് ഹോർമോൺസ് വേണം, ഓക്സിൻ, സൈറ്റോകൈനിൻസ് പോലത്തെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് വേണം. ഓക്സിൻസ് വെച്ചിട്ട് റൂട്ടിൻ്റെ ഫോർമേഷൻ നടക്കും. വേറെ സൈറ്റോകൈനിൻസ് വെച്ച് നമുക്ക് ഷൂട്ട് ഫോർമേഷൻ നടത്താം. ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു ഹോൾ പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റും ബൈ പ്രൊവൈഡിങ് എ കാർബൺ സോഴ്സ് സച്ച് ആസ് സൂക്രോസ്, ഇനോർഗാനിക് സോൾട്ട്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് ഒരു സ്റ്റെറൈൽ കണ്ടീഷനിൽ ഗ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്ലാന്റിനെ എന്താക്കി മാറ്റാം, ഒരു ഹോൾ പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റും. ഈ ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിങ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് എബിലിറ്റി, ഒരു പ്ലാന്റ്, ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറുന്ന ആ എബിലിറ്റിനെ ടോട്ടി പൊട്ടൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് പ്രൊപ്പഗേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് എന്താ, ഒരുപാട് പ്ലാന്റ്സ് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടായി വരും. അങ്ങനെ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സിനെ, ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് കുഞ്ഞ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞു പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഈ ഇമേജിൽ കാണുന്ന പോലെ നമ്മളൊരു പ്ലാന്റ് എടുക്കുന്നു, അതിൽ നിന്ന് ഒരു പാർട്ട് എടുക്കുന്നു, അതിനെ കൾച്ചർ മീഡിയത്തിൽ വെക്കുന്നു. സോ അതാണ് കണ്ടോ, കുഞ്ഞു പ്ലാന്റ് ആയിട്ട് ആദ്യം ഷൂട്ട് ഉണ്ടാവും, റൂട്ട് ഉണ്ടാവും, അത് കുഞ്ഞു പ്ലാന്റ്ലെറ്റ് ആയിട്ട് വരും. So this method of producing thousands of plants through tissue culture is called micropropagation. ആൻഡ് ഈ പ്ലാന്റുകളെല്ലാം എന്തായിരിക്കും, ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഇതിപ്പോൾ ഇലയുടെ പാർട്ടാണ്, ഈ ഒരു ഇലയുടെ പാർട്ടിൽ നിന്നാണ് അത് നമ്മളിങ്ങനെ പീസ് ആയിട്ട് ഇട്ട് കഴിയുമ്പം ഇതിവിടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഉണ്ടാവുന്ന എല്ലാം എന്തായിരിക്കും, ഒരേപോലത്തെ പ്ലാന്റ് ആയിരിക്കും. സോ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടായി വന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ സോമാ ക്ലോൺസ് എന്ന് വിളിക്കും.
അതായത് സൊമാറ്റിക് സെല്ലിൽ നിന്നല്ല ഇതുണ്ടായി വന്നത്. അതായത് ലീഫ് സെല്ലാണ് ഇവിടെ പറയുകയാണെങ്കിൽ ലീഫ് സെൽ അതൊരു സൊമാറ്റിക് സെല്ലാണ്. അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ടി നല്ല ഉണ്ടായത്. CD നിന്നുണ്ടായി വരുമല്ല ഇത് ചെയ്ത്. എവിടെ നിന്നാണ്? ലീഫോ അല്ലെങ്കിൽ സ്റ്റെമ്മോ അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. സോ സൊമാറ്റിക് സെല്ലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അതെന്താണ്? എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ്, ക്ലോൺസ് പോലെ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ സോമ ക്ലോൺസ് എന്ന് വിളിച്ചു. ഓക്കെ, സോ ഈച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വിൽ ബി ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും ടു ദ ഒറിജിനൽ പ്ലാന്റ് ആൻഡ് അതുകൊണ്ട് അതിനെ നമ്മൾ സോമ ക്ലോൺസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണോ ടിഷ്യൂ കൾച്ചർ? അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ എന്താ ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് വിച്ച് ഈസ് നോൺ ആസ് ദ എക്സ് പ്ലാന്റ്, അത് നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് എ ന്യൂട്രിയൻ മീഡിയം ഇൻ എ സ്റ്റെറൈൽ കണ്ടീഷൻ. അപ്പോൾ എന്ത് പറ്റും? അതൊരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറും. ആൻഡ് ദിസ് എബിലിറ്റി, അതായത് ഒരു എക്സ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ഹോൾ പ്ലാന്റ് ആയിട്ട് മാറുന്ന ആ എബിലിറ്റിനെ ടോട്ടിപൊട്ടൻസി എന്ന് വിളിച്ചു. ഇനി നമ്മൾ ആ ന്യൂട്രിയൻ മീഡിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? കാർബൺ സോഴ്സ്, സൂക്രോസ് ആയിട്ട് കൊടുക്കും. ഇനോർഗാനിക് സോൾട്ട്, വൈറ്റമിൻ, അമിനോ ആസിഡ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ ആ മീഡിയത്തിലേക്ക് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കുറേ നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കും. ആൻഡ് ഈ ഉണ്ടായി വന്ന എല്ലാ പ്ലാന്റും എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും, ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സോമ ക്ലോൺസ് എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? ആൻഡ് ഇതുവഴി നമുക്ക് ജനറേറ്റ് ചെയ്തെടുത്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത് പൊട്ടറ്റോ, ടൊമാറ്റോ, ബനാന, ആപ്പിൾ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ടിഷ്യൂ കൾച്ചർ വഴി കൊമേഴ്ഷ്യൽ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ, അതായത് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ, ഇതിപ്പോൾ നമ്പർ ഓഫ് പ്ലാന്റ്സ് കൂട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, ഓക്കെ, ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ മെരിസ്റ്റം, അതായത് അതിൻ്റെ ടിപ്പിൻ്റെ പോർഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മെരിസ്റ്റം എന്ന് പറയുന്നത് ഡിസീസ് ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ മെരിസ്റ്റം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് ഹെൽത്തി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് ഹെൽത്തി പ്ലാന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാനായിട്ടും വി ക്യാൻ യൂസ് ദിസ് ടിഷ്യൂ കൾച്ചർ. സോ അനദർ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു റിക്കവറി ഓഫ് ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്. ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് ഹെൽത്തി പ്ലാന്റ്സിനെ റിക്കവർ ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലാന്റ് വൈറൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ മെരിസ്റ്റം എന്തായിരിക്കും? അപ്പിക്കൽ ആൻഡ് ആക്സിലറി മെരിസ്റ്റം എന്തായിരിക്കും? വൈറൽസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ മെരിസ്റ്റം നമ്മൾ എടുത്തിട്ട് ഇതേപോലെ കൾച്ചറൽ മീഡിയയിൽ ഗ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ബനാന, ഷുഗർ കെയിൻ, പൊട്ടറ്റോ ഒക്കെ ഈ മെരിസ്റ്റം കൾച്ചറിങ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ബനാന, ഷുഗർ കെയിൻ, പൊട്ടറ്റോ ഒക്കെ. ഇനി അനദർ അപ്രോച്ചാണ്, ഇപ്പം നമ്മൾ ടിഷ്യൂ കൾച്ചർ പറഞ്ഞ പോലെ അനദർ അപ്രോച്ച്, ബയോടെക്നോളജിയിൽ വരുന്ന അനദർ അപ്രോച്ചാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇതും അഗ്രികൾച്ചറിലുള്ള ആപ്ലിക്കേഷനാണ് കേട്ടോ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പം ഇവിടെ ഹൈബ്രിഡൈസേഷൻ ആണ്. രണ്ട് വെറൈറ്റി സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യിച്ച് ഒരു ഹൈബ്രിഡ് ഫോം ചെയ്യാണ്. അതാണ് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ സൊമാറ്റിക് എന്ന് പറയാൻ കാരണം രണ്ട് വെജിറ്റേറ്റീവ് പാർട്ടുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? മിക്സ് ചെയ്ത് എടുക്കുന്നത്. സോ സയൻറ്റിസ്റ്റ് ഹാവ് ഐസൊലേറ്റഡ് സിംഗിൾ സെൽ ഫ്രം എ പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റിൽ നിന്ന് നമ്മൾ സിംഗിൾ സെൽസ് എടുത്തു. എന്നിട്ട് ആ സെല്ലിൻ്റെ സെൽ വോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് ഡൈജസ്റ്റ് ചെയ്യിക്കുകയാണ്. സെൽ വോള് ഡൈജസ്റ്റ് ചെയ്ത് മാറ്റും. അപ്പം നമുക്ക് കിട്ടുന്നതിനെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക. അതായത് സൈറ്റോപ്ലാസവും പ്ലാസ്മ മെംബ്രെയിനും കൂടെ വരുന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കമ്പൈൻ ചെയ്യിക്കും. അപ്പോൾ ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എടുത്തിട്ട്, ഇപ്പോൾ ഒരെണ്ണത്തിന് ഒരു ഫീച്ചറും മറ്റൊന്നിനും വേറെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറുമാണ്. ഇതിനെ രണ്ടും കൂടെ നമ്മൾ അങ്ങ് ഫ്യൂസ് ചെയ്യിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ന്യൂ വെറൈറ്റീനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ scientists have isolated singles from plant and after digesting the cell wall protoplasm കിട്ടും. ഈ ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഡിസൈഡ് ക്യാരക്ടർ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്തിട്ട് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാക്കും. അത് ഗ്രോ ചെയ്ത് നമുക്ക് പുതിയ വെറൈറ്റി ഓഫ് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഹൈബ്രിഡിനെ നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് വിളിക്കും. ഈ മെത്തേഡിനെ നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും.
ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 പ്ലാന്റ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെല്ല്, അതിൻ്റെ സെൽ വാൾ നമ്മൾ ഡൈജസ്റ്റ് ചെയ്തു സെല്ലുലോസും പെക്റ്റിനേസും വെച്ച്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോട്ടോപ്ലാസ്റ്റ്, അതായത് സൈറ്റോപ്ലാസവും പ്ലാസ്മ മെമ്പറയും കൂടെ വരുന്ന ആ പ്രോട്ടോപ്ലാസ്റ്റ്. ഇതേപോലെ പേരന്റ് എയും പേരന്റ് ബിയുടെയും പ്രോട്ടോപ്ലാസ്റ്റ്, ഇത് രണ്ടും കൂടെ നമ്മൾ പെഗ് വെച്ചിട്ട് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മളതിനെ ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്യുമ്പം ഈ 2 സെല്ലുകളും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരും ആദ്യം. എന്നിട്ട് ഈ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ല് ഫോം ചെയ്യും. ഇതിനെ നമുക്ക് കൾച്ചറൽ മീഡിയയിൽ ഗ്രോ ചെയ്ത് പുതിയ വെറൈറ്റി ഓഫ് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് പൊമാറ്റോ എന്ന് പറയും. പൊമാറ്റോ അതായത് ടൊമാറ്റോയും പൊട്ടറ്റോയുടെയും പ്രോട്ടോപ്ലാസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്നതാണ് പൊമാറ്റോ. Okay, so when protoplasm of tomato is fused with that potato and then grown to form a new hybrid plant combining tomato and potato characters, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊമാറ്റോ. ഇതെന്താണ്? ഒരു സൊമാറ്റിക് ഹൈബ്രിഡ് ആണ്. എന്താണ്? സൊമാറ്റിക് ഹൈബ്രിഡ്. ക്ലിയർ അല്ലേ? So well, this has been achieved resulting in the formation of പൊമാറ്റോ. പൊമാറ്റോയുടെ ഫോർമേഷൻ വരും. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചറും പഠിച്ചു, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനും പഠിച്ചു. ഇനി നമുക്ക് പ്ലാന്റ്സിൽ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വരുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും പ്ലാന്റ്സ്, ഫഞ്ചൈ, ബാക്ടീരിയ, അനിമൽസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജീൻസിനെ, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. So plants, bacteria, fungi and animals whose genes have been altered by manipulation are called genetically modified organism. അതിന് GMO എന്ന് നമ്മൾ പറയും. പ്ലാന്റ്സ് ആകുമ്പോൾ GM പ്ലാന്റ്സ് എന്ന് വിളിക്കും. അത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ആൻഡ് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ കാരണം ഒന്നെന്ന് പറയുന്നത് ഈ ക്രോപ്പ് ടോളറൻ്റ് ആയിരിക്കും അബയോട്ടിക് സ്ട്രെസ്, അതായത് കോൾഡും ഡ്രൗട്ടും വെള്ളം ഇല്ലാത്ത സമയത്തും സർവൈവ് ചെയ്യാൻ ഈ പ്ലാന്റിന് പറ്റും. സോ ദേ ആർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്. അപ്പം ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് ടോളറൻസ് കിട്ടും. കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് അധികം വേണ്ടി വരത്തില്ല, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും ഇവർ. അതേപോലെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, അതായത് പെട്ടെന്ന് അഴുകി പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മിനറൽ എഫിഷ്യൻസി, മിനറലിൻ്റെ യൂസേജ്, അതിൻ്റെ എഫിഷ്യൻസി ഇവർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ന്യൂട്രിയൻ കണ്ടന്റ് എന്തായിരിക്കും? കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ് ഉണ്ട്, ഗോൾഡൻ റൈസ് എന്ന് പറയും. അതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയും യൂസ് ചെയ്യും. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ tolerance to abiotic stress, reduce the use of chemical pesticides, help to reduce post-harvest loss, increase efficiency of mineral absorption or usage, enhance nutritional value. ആൻഡ് ഈ GM പ്ലാന്റ്സിന് നമുക്ക് എന്താണ്? ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് ആണ്. നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. So it supply alternative resource to industry in the forms of starch, fuel and pharmaceutical. Trailer made ആണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം, എക്സാമ്പിൾസ് പഠിക്കാം. അതായത് പ്ലാന്റിൽ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് BT കോട്ടൺ ആണ്. എന്താണ്? BT കോട്ടൺ. അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ നോക്കാൻ വന്നത്. ആൻഡ് ദിസ് BT എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിലസ് തുറിഞ്ചിയൻസസ്. ബാസിലസ് തുറിഞ്ചിയൻസസ് എന്നാണ്. അതൊരു ബാക്ടീരിയ ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ ബാക്ടീരിയ. ഇതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസസ് അല്ലെങ്കിൽ BT, അതിന് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു ബാക്ടീരിയക്കുണ്ട്. ആ ടോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് BT ടോക്സിൻ. എന്ത് വിളിക്കും? BT ടോക്സിൻ. സോ ദ ബാസിലസ് തുറിഞ്ചിയൻസസ് ബാക്ടീരിയ ക്യാൻ പ്രൊഡ്യൂസ് എ ടോക്സിൻ ദാറ്റ് ഈസ് BT ടോക്സിൻ. ഈ BT ടോക്സിന് ഒരു എബിലിറ്റി ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? ഇൻസെക്ടിസൈഡ് എഫക്റ്റ് ഉണ്ട്. ഇൻസെക്ട്സിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാൻ പറ്റും. സോ ഇൻസെക്ടിസൈഡ്സ് ആണ് അവർ. ഓക്കെ,
അപ്പോൾ ഈ ജീൻ, ആ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാന്റിലേക്ക് എക്സ്പ്രസ് ചെയ്യിക്കുകയാണെങ്കിൽ പ്ലാന്റിന് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് കിട്ടും. ഓക്കെ, ക്ലിയർ? അതായത് റെസിസ്റ്റൻസ്, ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുമ്പം ഇൻസെക്റ്റിനെ കൊല്ലാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് പറ്റും. ഓക്കെ, അപ്പം വേറെ പുറത്തുനിന്ന് എന്ത് വേണ്ട, ഇൻസെക്ടിസൈഡ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവർ തന്നെ എന്ത് ചെയ്യും, ഇൻസെക്ട് റെസിസ്റ്റൻസ് കാണിക്കും. ഇൻസെക്ട്സ് അവരുടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസെക്ട് നശിച്ചു പൊക്കോളും. സോ ആ ഒരു എഫക്റ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും, ഈ BT ടോക്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ BT ടോക്സിൻ ജീനിനെ നമ്മളെടുത്ത് പ്ലാന്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഗിവ്സ്, അല്ലെങ്കിൽ ആ ഒരു BT ടോക്സിൻ്റെ എഫക്റ്റ് കാരണം പ്ലാന്റ് എന്തായിട്ട് മാറും, ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അങ്ങനെ ഇൻ എഫക്റ്റ് ഇറ്റ് ക്രിയേറ്റ് ബയോ പെസ്റ്റിസൈഡ് ഉണ്ടാക്കും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് BT കോട്ടൺ ഉണ്ട്, BT കോൺ, BT റൈസ്, BT ടൊമാറ്റോ, BT പൊട്ടറ്റോ ആൻഡ് BT സോയാബീൻ. ഇതിൽ BT കോട്ടൺ മാത്രമാണ് കൊമേഴ്ഷ്യലി റിലീസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ട്രയൽസ് ഒക്കെ ചെയ്യുകയാണ്. BT കോട്ടൺ ആണ് കൊമേഴ്ഷ്യലി റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂസിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? താങ്ക് യു എവരിവൺ.